الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا صدق الله العلي العظيم ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ ജാമിയ നുസ്രത്തിൻ്റെ ഈ സിൽവറി നുസ്രത്ത് പരിപാടി അൽഹംദുലില്ലാഹ് ധാരാളം ആലിമീങ്ങളുടെയും സയ്യിദന്മാരുടെയും നേതാക്കളുടെയും എല്ലാം പ്രസംഗങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഈ വൈകിയ വേളയിൽ ഈ മഹത്തായ സ്ഥാപനത്തോടുള്ള സ്നേഹവും ആദരവും കൂറും പുലർത്താൻ വേണ്ടിയും ഇതിൻ്റെ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടിയും മാത്രം ഒരൽപ്പം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിആയ ഇൽമ് ഏറ്റിത്തരുമാറാകട്ടെ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ്. ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ അനുഗ്രഹമാണ് നാഫിആയ ഇൽമ്. എന്തു തന്നെ സംഭവിച്ചാലും, മരണം തന്നെ സംഭവിച്ചാലും ശേഷവും നമുക്ക് തുടർന്ന് ഗുണം ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണല്ലോ ഇൽമുൻ യുന്തഫഉ ബിഹി. ആ മഹത്തായ സൽക്കർമ്മത്തിനു വേണ്ടി അധ്വാനിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുന്ന നല്ലവരായ ജനങ്ങളും അവരെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ ലാ യുദിഉ അജ്റ മൻ അഹ്സന അമല, ഒരിക്കലും അവരുടെ പ്രതിഫലങ്ങൾ അള്ളാഹു പാഴാക്കുകയില്ല. അൽഹംദുലില്ലാഹ് ഇന്ന് കേരളത്തിൽ കാണുന്ന ദീനീ ചലനങ്ങളുടെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമായ സുന്നത്ത് ജമാഅത്തിൻ്റെ നിലനിൽപ്പിൻ്റെയും രഹസ്യം ആത്മാർത്ഥമായി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഉലമാക്കളുടെ സേവനമാണ്. ആ ഉലമാക്കളെ വാർത്തെടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഇത്തരം ദീനീ സ്ഥാപനങ്ങൾ. ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിനെതിരെ ധാരാളം ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അതിനെയെല്ലാം നേരിടാനുള്ള നല്ല ശേഷിയും ശക്തിയുമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. അതുകൊണ്ടാണ്
ലാ യദുറുഹും മൻ ഖാലഫഹും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഒരു വിഭാഗം സത്യത്തിന്മേൽ വിജയഭേരി പറപ്പിച്ചുകൊണ്ട് എന്നും വിജയത്തിലായി മുന്നേറുന്നവരുണ്ടാകും. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് നിർവഹിക്കുന്നവർ ഉലുൽ ഇൽമാൻ, ആലിമീങ്ങളാണ്. ഏത് ഭീഷണികൾ ഇസ്ലാമിനെതിരെ വന്നാലും, ഏത് വെല്ലുവിളികൾ വന്നാലും, അത് നാസ്തികരിൽ നിന്നാണെങ്കിലും യുക്തിവാദികളിൽ നിന്നാണെങ്കിലും മതവിരോധികളിൽ നിന്നാണെങ്കിലും ആരിൽ നിന്നാണെങ്കിലും അതിനെ നേരിടാൻ കഴിയുന്ന ഉന്നതരായ പണ്ഡിതന്മാർ സമുദായത്തിൽ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെ. പൂർവകാലം മുതലേ അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കുന്നവരും മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്നവരും ഉണ്ട്. ഇത് രണ്ടും രണ്ടാണ്. മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്നവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫലസ്തീനിലും ഗസയിലുമൊക്കെ നടന്ന മനുഷ്യക്കുരുതികൾ, അത് മുസ്ലിമീങ്ങളെ കൊല്ലുക എന്നതാണ് അവരുടെ അജണ്ട. അതിന് ചെറിയ പിഞ്ചുമക്കളെ അടക്കം, അതേപോലെ നിരപരാധികളായ സ്ത്രീകളെയും വാർദ്ധക്യം ചെന്നവരെയും അടക്കം വെടിവെച്ച് വീഴ്ത്തുമ്പോൾ, അവരുടെ തലയിൽ കൊണ്ടുപോയി ബോംബ് വർഷിക്കുമ്പോൾ അവർക്ക് യാതൊരു കരുണയും യാതൊരു സഹതാപവും വിഷമവും ഇല്ല. അവർ മുസ്ലിങ്ങളെ കൊല്ലുക എന്നതാണ് അവർ സ്വീകരിച്ച നിലപാട്. പക്ഷേ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയത് കൊണ്ട് ഇസ്ലാം നശിക്കുകയില്ല. ഇസ്ലാം ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. കാരണം അത് വദഉൻ ഇലാഹിയ്യുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദി ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഇസ്ലാം ദീനിൻ്റെ ഡെഫിനിഷൻ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞത് അങ്ങനെയാണല്ലോ. ആരെയും നിർബന്ധിക്കുന്ന പ്രസ്ഥാനമല്ല, ഒരു സംവിധാനമല്ല ഇസ്ലാം. ഇഖ്തിയാരിഹിൽ മഹ്മൂദ്, സ്തുത്യർഹമായ ചോയ്സ് മുഖേന ബുദ്ധിയുള്ള ആളുകളെ അത് നയിക്കും. അവർക്ക് സർവസ്ഥലങ്ങളിലും സർവവിഷയത്തിലും നന്മയുള്ളതിലേക്ക് ബുദ്ധിയുള്ളവരെ നയിക്കുന്ന ദൈവീകമായ അഥവാ ഇലാഹിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിച്ച സംവിധാനമാണ് ഇസ്ലാം. അതിനെ നശിപ്പിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പുറപ്പെട്ടവരുണ്ട്. അവരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലുകൾ എന്ന് പറഞ്ഞത്. അവസാനം വരുന്ന ദജ്ജാൽ നമ്മളൊക്കെ സാധാരണയായി മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന് പറഞ്ഞ് ഒരു ദജ്ജാലിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ട്. അത് അവസാനം വരുന്ന ദജ്ജാല. അതിന് മുമ്പ് കുറേ ദജ്ജാലുകൾ വരും. യകൂന ഫി ആഖിരി സമാനി ദജ്ജാലൂന, കുറേ ദജ്ജാലുകൾ വരും എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്നവർ, കൺഫ്യൂഷനാക്കുന്നവർ വരും. ആ കൺഫ്യൂഷനാക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? മുസ്ലിമീങ്ങളെ വെടിവെച്ച് കൊല്ലല്ല, പിന്നെ ഇസ്ലാമിക വിശ്വാസം തകർക്കുക, ഇസ്ലാമിക കർമ്മങ്ങൾ തകർക്കുക, ഇസ്ലാമിക ആചാരങ്ങൾ തകർക്കുക. അതിന് അവർ സ്വീകരിക്കുന്ന വഴികൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഇസ്ലാം ശരിയില്ല എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വിവരം കെട്ട ഒരു ടീം. അവരാണല്ലോ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറയുന്ന കക്ഷികൾ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അവരുടെ വിവരക്കേടിങ്ങനെ ബോധ്യപ്പെടും. ഒരാൾ കള്ളുകൂടി വളരെ മോശമാണെന്ന് വിചാരിച്ച് കള്ളുകൂടി നിർത്തി പിറ്റേന്ന് മുതൽക്ക് അയാളെ നോട്ടീസിൽ എക്സ് കള്ളുകൂടിയൻ
എക്സ് മദ്യപാനി. വ്യഭിചാരം വളരെ മോശമാണെന്ന് മനസ്സിലായി. അങ്ങനെ വേശ്യാവൃത്തി നിർത്തി. പിറ്റേന്ന് മുതൽക്ക് അവൻ്റെ നോട്ടീസിലൊക്കെ എക്സ് വേശ്യ ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുമോ? ബുദ്ധിയുണ്ടെങ്കിൽ. വളരെ മോശമായൊരു സംഗതിയാണത് എന്ന് മനസ്സിലായ ഒരാൾ പിന്നെ അയാളെ അഡ്രസ്സ് പറയുമ്പോൾ എക്സ് ചേർത്ത് കൊടുക്കും. നേരെ മറിച്ച് എക്സ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ എക്സ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ എക്സ് പാർലമെൻറ്റ് മെമ്പർ എന്നൊക്കെ പറയും. കാരണം അതിൽ അഭിമാനിക്കാനുള്ള കാര്യമാണ് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് എന്ന് വിചാരിക്കുന്നവർ അങ്ങനെ കൊടുക്കും. നേരെ മറിച്ച് മുസ്ലിം ആകാൻ തന്നെ വളരെ മോശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ പിറ്റേന്ന് മുതൽക്ക് എക്സ് മുസ്ലിം എന്ന് പറയുമ്പോൾ അവരുടെ വിവരക്കേടും ബുദ്ധിശൂന്യതയും ആ ഒരൊറ്റ പേര് പറയുന്നതിൽ തന്നെ ഏത് ബുദ്ധിയുള്ളവനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. അത് നന്നായിട്ട് നമ്മളെ ഹസനി പറയുമല്ലോ, പിന്നെ ഞാനതിലിറങ്ങണ്ടല്ലോ. ഓരോരുത്തർക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ടല്ലോ. അതുകൊണ്ട് പണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വലിയ ഇഫ്രീത്ത് ജിന്ന് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ശല്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അംകനനില്ലാഹു മിൻഹു, അള്ളാഹു എനിക്ക് അവനെ സൗകര്യം ചെയ്തു തന്നു, എനിക്ക് അധികാരം തന്നു. ഞാൻ അവനെ പിടിച്ച് ഈ മദീനത്തെ പള്ളിയുടെ തൂണിനോട് പിടിച്ച് കെട്ടിയിട്ട് രാവിലെ കുട്ടികൾ വന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആ. ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണല്ലോ, പടച്ചവനെ മുൽക്കല്ലായം വകയിൽ ആദ്യം ശേഷം ആർക്കും കൊടുക്കാത്ത അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഡ്യൂട്ടിയല്ലേ അത്. ഈ ജിന്നിനെ പിടിച്ച് കെട്ടിയിരുന്ന ഡ്യൂട്ടി അതിപ്പോൾ തൽക്കാലം ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഹസനിൻ്റെ ഡ്യൂട്ടി ഞാൻ എടുക്കുന്നില്ല. അതുകൊണ്ട് ആ കക്ഷികളെ സംബന്ധിച്ച് ഞാനൊട്ടിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിൻ്റെ എതിരാളികളിൽ ഒരു ടീം അങ്ങനെ ഇസ്ലാം മോശമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ടീം. വേറൊരു ടീമാണ് ഇസ്ലാമിനെ നക്കിക്കൊല്ലാൻ വിചാരിക്കുന്ന ഒരു ടീം. അതെങ്ങനെ? ഇസ്ലാമിനോട് വല്ലാത്ത സ്നേഹം അവർക്ക്. അതുകൊണ്ട് അവർക്ക് എന്താ പറയാനുള്ളത്? ഇപ്പം നടക്കുന്ന ഒന്നും ശരിയായ ഇസ്ലാമല്ല, ശരിയായ ഒരു ഇസ്ലാം വരണം. ഇപ്പം നടക്കുന്ന ഒന്നും ശരിയായ ഇസ്ലാമല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ കർമ്മങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിമറിക്കുക, അതാണ് മുബത്തദികളായ ഉത്തരാശയക്കാരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ മുഖ്യധാരാ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൻ്റെ പുറത്തുപോയവരാണെന്ന് പ്രഖ്യാപിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ രൂക്ഷമായ ഭിന്നത സൃഷ്ടിക്കുകയും മുസ്ലിങ്ങളുടെ കേന്ദ്രമായ പള്ളികളിൽ വെള്ളിയാഴ്ച എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുപ്പിക്കാൻ വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളും വന്ന് വളരെ ഭക്തിയോടുകൂടെ നിസ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ നിസ്കാരം ബാത്തിലാക്കാനുള്ള പരിപാടി എന്താണ്? അവരുടെ ആസൂത്രണം അങ്ങനെയാണ്. അതിനവർ കണ്ടുപിടിച്ചു അതിനൊരു യുക്തിവാദം. അതെന്താണ്? ഖുത്ബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗമാണ്. പ്രസംഗം മനുഷ്യന്മാർക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുത്ബ മനസ്സിലാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുത്ബ അങ്ങനെ ഒരു കേവല പ്രസംഗമല്ല എന്ന് ചിന്തിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാവും. കാരണം കേവലം പ്രസംഗം നടത്തുമ്പോൾ ഒതു വേണമെന്നുണ്ടോ? ഇവിടെ ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിക്കൽ ഒതു എടുത്തിട്ടാ. അതുപോലെ പ്രസംഗം നടത്തുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, തുണിയുടെ മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലത്തിൽ നിന്നൊരു ചെറിയ സ്ഥലം ഒരു ഓട്ട വന്നിട്ട്, അല്ലെങ്കിൽ ഓട്ട വരാതെ തന്നെ വളരെ നേരിയ തുണിയായതുകൊണ്ട് ഒരു രോമം പുറത്തേക്ക് വന്നാൽ അതുകൊണ്ട് പ്രസംഗം ബാത്തിലാവും. അതേ സമയത്ത് ഖുത്ബ അവിടെ സഹീഹാകാതെയാവും. ഇതേപോലെ പ്രസംഗിക്കുന്ന പലരും പ്രസംഗിക്കാറ് 4 മണി അതുപോലെ 7 മണിക്കൊക്കെ നല്ല പ്രസംഗത്തിന് പറ്റിയ സമയം. ഇത് നട്ടുച്ചക്കായിരിക്കണം, അതായത് ദുഹറിൻ്റെ സമയത്തായിരിക്കണം, എന്നാലേ ഖുത്ബ ശരിയാവുള്ളൂ. സുബ്ഹാനല്ലാഹ്, ഒരു 4 മണിക്കൂറൊക്കെ നിന്ന നൃത്തത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്. 7 മണിക്കൂറോളം ഒരു കാലത്ത് ഞാനും പ്രസംഗിച്ചിരുന്നു. ഒറ്റ നൃത്തത്തിൽ 7 മണിക്കൂറോളം പ്രസംഗിച്ചിരുന്നു. പക്ഷേ ആ പ്രസംഗിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്നും ഇരുന്നില്ല എന്നതുകൊണ്ട് ആരും പ്രസംഗത്തിന് കുഴപ്പമൊന്നും പറഞ്ഞില്ല. സാധാരണ പ്രസംഗത്തിൽ കുഴപ്പമൊക്കെ അതിനുണ്ടാവും എന്നല്ലാതെ ഇരുന്നില്ല എന്നുള്ള ഒരു പ്രസംഗത്തിന് കുഴപ്പമാവില്ല. ഖുത്ബയാണെങ്കിലോ ചുരുങ്ങിയ സമയം, അതിലിടയ്ക്കൊന്ന് ഇരിക്കണം, ഒന്ന് എഴുന്നേൽക്കണം. അപ്പോൾ അങ്ങനെയും ഒരു കാര്യം ഖുത്ബക്കുണ്ട്. മറ്റൊന്ന്, ഇവിടെ എത്ര സ്ത്രീകൾ പ്രസംഗിക്കുന്നുണ്ട്. സ്ത്രീകൾ ഖുത്ബ ഓതിയാൽ ഖുത്ബയാവില്ല. അതേപോലെ നാട്ടിലുള്ള 40 ആളുകൾ വേണം, അങ്ങനെ ഉണ്ടോ പ്രസംഗത്തിന്? അങ്ങനെ ഒരു
പ്രസംഗത്തിന് ആവശ്യമില്ലല്ലോ. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ നിബന്ധനകളുള്ള അതിപ്രധാനപ്പെട്ട ഒരു ഇബാദത്തിനെ കേവലം ഒരു പ്രസംഗമായി ചിത്രീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചെയ്യാത്തൊരു ഏർപ്പാട്. ഒരിക്കലും അവിടുന്ന് ഖുത്ബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിട്ടില്ല. ഖുത്ബക്കൊരു ഭാഷ, നിസ്കാരത്തിന് വേറൊരു ഭാഷ. ഇങ്ങനെ ഒരു പുതിയ മതം കൊണ്ടുവന്നു. ആ പുതിയ മതം കൊണ്ടുവന്ന് ജനങ്ങളുടെ ജുമഅകൾ ബാത്തിലാക്കി. ആ ജുമഅ ബാത്തിലാക്കിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഫതുൽ മിൽ പറഞ്ഞില്ലേ, ഇത്തിബാഇ സലഫി വൽ ഖലഫി, മുൻഗാമികളും പിൻഗാമികളും ഒരൊറ്റ മനുഷ്യരും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു കർമ്മത്തെ അവർ മാറ്റിമറിച്ച് അതിനെ പരിഷ്കരിപ്പിക്കുക എന്ന നിലക്ക് നന്നാക്കുക എന്നാണ് പേര്. ബടക്കാക്കുന്നതിൻ്റെ പേര് നന്നാക്കുക എന്നാണ്. അങ്ങനെ നന്നാക്കി ബടക്കാക്കി. അതാണ് ഞാൻ നക്കിക്കൊല്ലുക എന്ന് പറഞ്ഞത്. ജുമയെ കൊന്നു. ആഴ്ചയിൽ ഒരു ദിവസം പാപം പുറത്തു കിട്ടേണ്ട സമയമാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു പാപം ചെയ്യുന്ന നിലക്ക് ആ ജുമയെ മാറ്റിമറിച്ചു. എന്നിട്ടോ അതിനെന്താ തെളിവ് യുക്തി എന്താണ്? പ്രസംഗമല്ലേ, പ്രസംഗം തിരിയണ്ടേ. സുബ്ഹാനല്ലാഹ്, ആകെ ഖുത്ബയും നിസ്കാരം നിർവഹിക്കാൻ ഒരു 5 മിനിറ്റ് ഖുത്ബ, 10 മിനിറ്റ് നിസ്കാരം, അല്ലെങ്കിൽ 8 മിനിറ്റ് നിസ്കാരം, 7 മിനിറ്റ് ഖുത്ബ. അതുകൊണ്ട് കഴിയുന്ന ഒരു സംഗതിയാണ്. 15 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. അത്രയും വേണമെന്നില്ല, അതിനേക്കാൾ ചുരുക്കിയും വേണം ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രസംഗിച്ചിട്ട് തിരിഞ്ഞാൽ പോരെ, അത് പറ്റില്ല. ഇപ്പം തിരിയണം. ഇപ്പം തിരിയണം. അപ്പോൾ ഈ ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് തിരിയണം. ഒരാഴ്ചയിലെ തിരിയാത്ത ഒരു കുറച്ച് 15 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് തിരിഞ്ഞാൽ പോരെ, അവരില്ല, ഇപ്പം തിരിയണം. വല്ലാത്ത വാശി. ഈ വാശി പിടിച്ചിട്ട് ജുമഅ ബാത്തിലാക്കി. അതിന് തെളിവെന്താണ്? തെളിവ് ഖുർആനല്ല, ഹദീസല്ല, പിന്നെ ഈ മൗലവിയുടെ വാക്ക്, ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിൻ. അങ്ങനെ മൗലവിയുടെ ഒരു വാക്ക് അതിൻ്റെ തെളിവ്. ഇതുപോലെ ഓരോന്നും നശിപ്പിക്കുക എന്നുള്ളതാണ്. നോമ്പിനെ സംബന്ധിച്ച് എഴുതി വെച്ചു, നോമ്പിന് സുബ്ഹി ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷവും ഇഖാമത്ത് കൊടുത്തതിൻ്റെ ശേഷവും വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല, ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് നോമ്പിനെ സംബന്ധിച്ച് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പുത്തൻവാദികൾ എഴുതി വെച്ചു. അങ്ങനെ നോമ്പ് ബാത്തിലാക്കി. നിസ്കാരത്തിൻ്റെ നിയ്യത്തും മറ്റ് പലതും ഒഴിവാക്കി നിസ്കാരം ബാത്തിലാക്കി. പിന്നെ ഒരു ബാക്കിയുള്ള സംഗതിയാണ് സക്കാത്ത്. അത് ബാത്തിലാക്കാൻ ബൈത്തു സക്കാത്ത്, അങ്ങനെ ഒരു പരിപാടി. അതിനെന്താ ന്യായം? അതിന് ന്യായം എന്താ പറയുക? അത് ഈ മുതലാളിമാർ ഡയറക്റ്റ് സക്കാത്ത് കൊടുത്താൽ, ഷഫീ മഹ്മുദ് അങ്ങനെയാണ് പറഞ്ഞത്, ലാ ഉഹിബ്ബു ലിവാഹിദിൻ മിന്നന്നാസി അൻ യുവല്ലിയ സക്കാത്ത മാലിഹി ഗൈറഹു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബിൽ ഉമ്മിലും മറ്റും വേറൊരുത്തരെ അധികാരപ്പെടുത്തുന്നതിൽ എനിക്ക് താല്പര്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ സക്കാത്തിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് കൊടുക്കേണ്ട ആളോട് തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ അവനവൻ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഷാഫി ഇമാമിന് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ശരിയായിട്ടില്ല. പിന്നെ സക്കാത്ത് അത് പിരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ആ കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്ത് വാങ്ങിയിട്ട് അതിന് കുറച്ച് വൽആമിലീന അലൈഹ, അതിന് പണിയെടുക്കാൻ കുറച്ച് ഡ്യൂട്ടിക്കാർ. ഈ ഡ്യൂട്ടിക്കാർ ആരാ നിശ്ചയിക്കുന്നത്? ഗവൺമെൻറ് അല്ല, പിന്നെ കുറച്ച് 3-4 ആളുകൾ കൂടിയിട്ട് ഒരു ഡ്യൂട്ടിക്കാരനെ നിശ്ചയിക്കും. അല്ല ഒരാളല്ല, കുറേ ആൾ, ആമിലീന എന്നല്ലേ, എന്തായാലും 3 ആളെങ്കിലും വേണ്ടേ. അങ്ങനെ കുറച്ച് ഡ്യൂട്ടിക്കാർ. ആ ഡ്യൂട്ടിക്ക് ശമ്പളം ഈ സക്കാത്ത് നിന്ന്. ഇതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ വൽആമിലീന അലൈഹ എന്ന് ഖുർആനിലുണ്ട്. അൽ ആമിലീന അലൈഹ തന്നെ ആരാ ആമില? ആരാ നിശ്ചയിക്കേണ്ടത്? ആര് നിശ്ചയിച്ച ആമില? അതിലേക്കൊന്നും യാതൊരു ചർച്ചയില്ല. കമ്മിറ്റി അങ്ങനെ സക്കാത്ത് വാങ്ങിയിട്ട്, അപ്പം അവിടെ ചെറിയ യുക്തി, ന്യായം എന്താണ്? യാചന ഇസ്ലാം വളരെ വെറുക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഈ സക്കാത്ത് വാങ്ങാൻ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾ ഒരു മുതലാളിയെ സന്ദർശിച്ചാൽ അത് യാചനയാണ്. പിന്നെ മുതലാളി അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പോരെ, വിഷയം കഴിഞ്ഞില്ലേ? അതിന് കമ്മിറ്റി വേണം. ഈ മുതലാളി സക്കാത്ത് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ. അതിന് കമ്മിറ്റി എന്തിനാ? എന്നാൽ അത് പോരാ. പിന്നെ മറ്റൊന്ന് യാചന. അതേ കക്ഷികൾ തന്നെ പറയും, അവരുടെ പുസ്തകങ്ങളിലൊക്കെ പറയും, സക്കാത്ത് മുതലാളിയുടെ ഔദാര്യമല്ല, അത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അവകാശം ചോദിച്ചു വാങ്ങുന്ന യാതനയാ.
എന്നാൽ പിന്നെ എല്ലാ മുതലാളിമാരും അവരുടെ റൂമിൻ്റെ വാടക ചോദിക്കുന്നത് എന്താണ്? യാചനല്ലേ? ഒരവകാശമല്ലേ? റൂമിൻ്റെ അവരുടെ ബിൽഡിംഗ് ഇവിടെ വാടക കൊടുത്തു, ഇനി അതിൻ്റെ വാടക ചോദിക്കുകയാണ്, അത് യാചനയല്ലേ? അവകാശം ചോദിക്കൽ യാചനയാണെങ്കിൽ വാടക വാങ്ങുന്നത് യാചനയല്ലേ? അതുപോലെ തന്നെ ഉള്ള എല്ലാ സംഗതികളും ശമ്പളം വാങ്ങുന്നത് യാചനയല്ലേ? അവകാശമല്ലേ? അവകാശമാകുന്നൊക്കെ യാചനയാ. അപ്പൊ ഹഖുൽ ലിസാഇലി വൽ മഹ്റൂം അവകാശമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ചോദിച്ചു വാങ്ങൽ വാസ്തവത്തിൽ മുതലാളിയെ സഹായിക്കലല്ലേ? അതിൽ എവിടെയാണ് യാചന? യാചന എന്ന് എന്തിനാ പറയാ? യാചന എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ ഇത് ആളുകളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പറയുന്ന കുറെ കാര്യങ്ങളാണ്. എന്നിട്ട് ഈ അവരങ്ങനെ ആക്കി. അങ്ങനെ ആയ ആൾക്കാർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ അവരെന്നെ പറയുന്നു, ഈ സക്കാത്ത് കമ്മിറ്റി കൊണ്ട് ഭയങ്കര നാശാണ്. എന്താണ്? ഇപ്പോൾ നേരത്തെ ഒരു മുതലാളിൻ്റെ മുമ്പിൽ മാത്രം പോയി നിന്നാൽ മതിയെന്ന്. ഇപ്പം കമ്മിറ്റിക്കാരെല്ലാവരെയും പോയിട്ട് സ്വാധീനിക്കണം, അപേക്ഷ കൊടുക്കണം. അപേക്ഷ പാസ്സാകണമെങ്കിൽ അവരെല്ലാവരോടും പോയിട്ട് യാചിക്കണം, എന്നിട്ട് അവർ പാസ്സാക്കണം. മാത്രമല്ല, എനിക്ക് സാമ്പത്തികമായ വിഷമമുണ്ട് എന്നുള്ളത് നേരത്തെ ഒറ്റ മനുഷ്യനെ അറിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു കമ്മിറ്റിയുള്ള എല്ലാവരെയും അറിയിക്കണം. ഇങ്ങനെയായി നാശം വന്നു എന്ന് അവരെന്നെ എഴുതാണ്. ഞാൻ വെറുതെ പറയല്ല, അവരെന്നെ എഴുതാണ്. എന്നിട്ട് അവർ തന്നെ ഇപ്പോൾ എഴുതി വെക്കുകയാണ്, വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ വാസ്തവത്തിൽ നൽകുന്നവനിൽ ഔന്നിത്യ ചിന്തയും സ്വീകർത്താവിന് അധമത്വ ചിന്തയും ഉണ്ടാകാൻ ഇടവരുന്നുവെന്നും നൽകുന്നവൻ ഗുണഭോക്താവിനെ ചൂഷണത്തിന് വിധേയമാക്കുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നൊക്കെയുള്ള ന്യായങ്ങളാണ് ഇതിനെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത്. മതപരമായ വിശുദ്ധി കാത്തുസൂക്ഷിക്കാത്തവരിൽ നിന്ന് മാത്രം സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. വ്യക്തികൾക്ക് നൽകിയാൽ സക്കാത്ത് കടം വീടുകയില്ലെന്നതിന് മുൻഗാമികളാരും ഇങ്ങനെ ഒരു ന്യായം പറഞ്ഞതായി അറിയില്ല. എന്ന് മാത്രമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന സംഘടിത സക്കാത്ത് സംവിധാനങ്ങളിലും ഈ തിന്മകൾ നിലനിൽക്കുന്നു എന്നതാണ് അനുഭവ യാഥാർത്ഥ്യം. സക്കാത്തിന്റെ സംഭരണ വിതരണ കാര്യങ്ങൾ ഇന്ന് മതസംഘടനകൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 1,000 മതസംഘടനകളൊക്കെ യൂണിറ്റ് തലം മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ സക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ കമ്മിറ്റികളുണ്ടാക്കിയാണ് സക്കാത്ത് മുതലുകൾ ശേഖരിക്കുന്നത്. മറ്റു ചില സംഘടനകൾ സ്ഥലകാല പരിമിതികളൊന്നും പരിഗണിക്കാതെ സകല സമ്പന്നന്മാരുടെ അരികിലും ചെന്ന് നിങ്ങളുടെ സക്കാത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയെന്ന് പറഞ്ഞ് പിരിക്കുന്നു. ഇങ്ങനെ 4 പേര് വിചാരിച്ചാൽ കേരളം മുഴുവനുമുള്ള ആളുകളിൽ നിന്നും സക്കാത്ത് പിരിച്ചെടുക്കാം എന്ന പരുവത്തിലേക്ക് സക്കാത്ത് എന്ന പവിത്രമായ സംഗതി ഇന്ന് മാറിയിരിക്കുന്നു. ഒരു സംഘടനാ പ്രവർത്തനം എന്നതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും സംഘടിത സക്കാത്ത് സംവിധാനങ്ങൾക്ക് സംഘടനക്കാർ കൽപ്പിക്കുന്നില്ല. സക്കാത്ത് പിരിച്ചെടുക്കാൻ കാണിക്കുന്ന താല്പര്യം യഥാർത്ഥ അവകാശികളെ കണ്ടെത്തി അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംഘടനക്കാരനും ശ്രദ്ധിക്കുന്നില്ല. മതസംഘടനക്കാർ മഹല്ല് തലങ്ങൾ തൊട്ട് മേലോട്ട് സക്കാത്ത് സെല്ലുകൾ എന്ന പേരിൽ ഉണ്ടാക്കിയ സംവിധാനങ്ങൾ ഒരു ഭരണകൂടത്തെ പോലെയാണെന്ന് പെരുമാറുന്നത്. സഹായം ആവശ്യമുള്ളവർ സക്കാത്ത് കമ്മിറ്റികളിലേക്ക് തങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കണം. സഹായം ചോദിക്കാൻ കുറച്ചിലില്ലാത്തവർ മാത്രമേ ഇങ്ങനെ അപേക്ഷ നൽകാൻ തയ്യാറാവുകയുള്ളൂ. അപേക്ഷ സമർപ്പിക്കുന്നവരെക്കാൾ അർഹതപ്പെട്ട അനവധി പേര് പുറത്തുണ്ടാകും. അവർക്കൊന്നും ഒരു സഹായം കിട്ടാൻ വഴിയില്ല. കാരണം അവർ അപേക്ഷകരല്ല. ആവശ്യക്കാരനോട് അപേക്ഷ നൽകാൻ സക്കാത്ത് സെല്ലുകാർ ആവശ്യപ്പെടുന്നു. അങ്ങനെ സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർ അപേക്ഷ നൽകുന്നു. സഹായം കിട്ടാൻ വേണ്ടിയും തൻ്റെ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയും സക്കാത്ത് സെല്ലു മുതലാളിമാരുടെ മുന്നിൽ അപേക്ഷകൻ തലചൊറിഞ്ഞ് കെഞ്ചുന്നു. ചുരുക്കത്തിൽ വ്യക്തികൾക്ക് സക്കാത്ത് നൽകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളതായി എതിർവീക്ഷണക്കാർ പറയുന്ന എല്ലാ ദൂഷ്യങ്ങളും അതിനേക്കാൾ 100 മടങ്ങ് ശക്തിയിൽ സംഘടനക്കാർ നടത്തുന്ന സക്കാത്ത് സംഭരണ വിതരണ സംവിധാനത്തിലും നിലനിൽക്കുന്നു. ആവശ്യക്കാരായി അനവധി ആളുകൾ നാട്ടിലുണ്ടായിരിക്കെ തന്നെ സക്കാത്ത് മുതലുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. നിക്ഷേപത്തിൻ്റെയും വിതരണത്തിൻ്റെയും കണക്കുകളും നിക്ഷേപകാലത്തേക്ക് ബാങ്ക് അതിന് നൽകിയ പലിശയടക്കമുള്ള സ്ഥിതി വിവരണം സത്യസന്ധതയുടെ പേരിൽ സംഘടനക്കാർ പള്ളിയുടെ നോട്ടീസ് ബോർഡിൽ പതിച്ച അനുഭവവും കേരളത്തിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സക്കാത്ത് പിരിച്ചെടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി പലിശ വാങ്ങുന്നു. എന്നിട്ട് അതുകൊണ്ട് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു. അത് പരസ്യമായി പള്ളിയുടെ മുകളിൽ തന്നെ ഈ പലിശൻ്റെ പരിപാടികൾ എഴുതി വച്ചിരിക്കുന്നു. ഇങ്ങനത്തെ 100 നാശങ്ങൾ ഈ കമ്മിറ്റി മുഖേന ഉണ്ടായിന്ന് ഞാനല്ല, ഇത് മുജാഹിദിൻ്റെ അലിസ്ലാസ് മാസികയാണ് ഞാൻ ഈ വായിച്ചത് 2015 ജൂലൈ 3. അപ്പോൾ ഇത് സംഘടിപ്പിച്ചവർക്ക് തന്നെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു ഇത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളെ സക്കാത്ത് നശിപ്പിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ്, സക്കാത്തിന് എന്ന് പറഞ്ഞാൽ
അതൊരു വലിയ ആരാധനയാണ്, അതൊരു വലിയ കർമ്മമാണ്. അതിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്കാർ സക്കാത്തിനെ പറ്റി എഴുതിയ പുസ്തകത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 30 പശുവിന് സക്കാത്ത് കൊടുക്കണം, 5 ഒട്ടകത്തിനും സക്കാത്ത് കൊടുക്കണം. അത് ശരിയായില്ല. ജമാഅത്ത് ഇസ്ലാമിൻ്റെ മൗലവി പറഞ്ഞു അത് ശരിയായില്ല. കാരണം 30 പശുക്കളിൽ 5 പശു തന്നെ ചിലപ്പോൾ 5 ഒട്ടകത്തേക്കാളും വിലയുള്ള പശു ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ പശുവാകുമ്പോൾ 5 പശുവിന് തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതാണ് നീതി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നീതിയായില്ല. അതിനാണല്ലോ പണ്ട് ദുൽഖവീസ്റത്ത് തമീമിയും പറഞ്ഞങ്ങനെ തന്നെയാണ്, ഏതിൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദേ നീ നീതി കാണിക്കണം, നീ നീതി കാണിച്ചില്ല. അതിൻ്റെ അതേ കക്ഷിയാണ് ഈ പിൻഗാമികളും. റസൂലുള്ളാഹി നീതി പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് അത് നീതിയായില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്ലാമിൽ ആരാധനാ കർമ്മങ്ങളിൽ അവനവൻ്റെ യുക്തി വെച്ച് ചിന്തിച്ചാൽ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ പറഞ്ഞാൽ തീരൂ. സുബ്ഹാനല്ലാഹ്, രാവിലെ തന്നെ സുബഹി നിസ്കാരം 2 റക്അത്ത്. സുബ്ഹാനല്ലാഹ്, പണിയൊന്നും എടുത്തിട്ടില്ല, തളർന്നിട്ടില്ല, ഒരധ്വാനവും ഇല്ല. രാവിലെ 2, ഉച്ചവരെ പണിയെടുത്ത് തളർന്ന ആൾക്ക് ദുഹർ 4. അത് തീരെ ശരിയായില്ല, യുക്തിയോട് യോജിക്കുന്നില്ല. വൈകുന്നേരം 4 റക്അത്ത് അസർ, അത് 4. അധ്വാനിച്ച് ക്ഷീണിച്ചപ്പോൾ 4, രാവിലെ തന്നെ 2. പണ്ടൊരു ചങ്ങാതി ചോദിച്ചിരുന്നു റുക്കൂ എന്താ 1, സുജൂദ് എന്താ 2. വേറൊരു ചങ്ങാതി ചോദിച്ചിരുന്നു, ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്, ശരീരത്തിലുള്ള ഒരവയവം അതെന്താ 1, അതിൻ്റെ തൊട്ടടുത്തുള്ളത് എന്താ 2. അങ്ങനെ ഓരോരുത്തരും യുക്തി കൊണ്ട് ഇങ്ങനെ പറയണേ. മതം യുക്തി കൊണ്ട് അളന്നുണ്ടാക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഒരുത്തൻ ചോദിച്ച്, എന്തേ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലുന്നു, കട്ടവൻ്റെ കൈമുറിക്കുന്നു, അതെന്ത് ശരിയാ? കട്ടവൻ കക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമല്ലേ കൈ, അത് മുറിക്കുന്ന കണക്കിന് വ്യഭിചാരിയെ എന്താ ചെയ്യേണ്ടത്? മുറിച്ചു വിടുകയല്ലേ വേണ്ടത്? അത് വേറെ തന്നെ ന്യായമാണ്. ഇങ്ങനെ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ ഓരോരുത്തരുടെ വകയിൽ യുക്തി കൊണ്ടുവന്ന് തീരുകയാണ്. സുബ്ഹാനല്ലാഹ്, 40 ആടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, 1 ആടിനെ കൊടുക്കണമെന്ന്. എന്നാൽ പിന്നെ 80 ഉണ്ടെങ്കിലോ 1 തന്നെ, 100 ഉണ്ടെങ്കിലോ 1 തന്നെ. പിന്നെ സുബ്ഹാനല്ലാഹ് 121 ആകുമ്പോൾ ആട് 2. അതെന്ത് 40 ഉള്ളവൻ 1 കൊടുക്കും, പിന്നെ 80 ഉള്ളവൻ 2 കൊടുക്കണ്ടേ? സക്കാത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ മൗലവിക്കും അവനവൻ്റെ യുക്തി അനുസരിച്ച് തീരുമാനം എടുക്കാനുള്ളതാണോ സക്കാത്ത്? പിന്നെ അങ്ങോട്ട് മേൽപോട്ട് പോയാലോ, ഓരോ 100-ന് മേലോട്ടെത്തിയാൽ പിന്നെ ഓരോ 100-ന് ഓരോന്നാ. വലിയ മുതലാളിയാകുമ്പോൾ 100 ആട്ടിന് ഒരു സക്കാത്ത് കൊടുത്തായി. ചെറിയ മുതലാളി 40 ഉള്ളപ്പോൾ 40-1. ഇത് ഇവൻ്റെ യുക്തിക്ക് യോജിക്കുമോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം ഇബാദത്തുകളിലൊക്കെ യുക്തി കൊണ്ട് വന്നിട്ട് യുക്തി കൊണ്ട് ചോദ്യം ചെയ്യാൻ, അതല്ലേ യഥാർത്ഥത്തിൽ യുക്തിവാദം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ സ്വന്തം ആളാണെന്ന് പറഞ്ഞ് നക്കിക്കൊല്ലാനുള്ള പരിപാടിയാണ്. ഇതിനെയെല്ലാം ശരിക്കും പ്രതിരോധിക്കാൻ കെൽപ്പുറ്റ പണ്ഡിതന്മാർ നമ്മുടെ സമുദായത്തിൽ വളർന്നു വരണം. അതിന് നുസ്രത്ത് പോലുള്ള ധാരാളം സ്ഥാപനങ്ങൾ വളരണം, ഉയരണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഹക്കായി ഇവിടെ നിലനിൽക്കണം. അതിന് ആ ദീനിൻ്റെ കാര്യങ്ങൾ ശരിക്കും വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കെൽപ്പുറ്റ പണ്ഡിതന്മാരുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രവർത്തകർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾ വളരെ നേരത്തെ വന്നിവിടെ ഒരുമിച്ച് കൂടി ക്ഷീണിച്ചവരായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതിൻ്റെ പുറമെ ഈ ലിബാസിട്ടിരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട യുവാക്കളായ വിദ്യാർത്ഥികളുണ്ടല്ലോ, ഇവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയവർ, അവരുടെ കാര്യം വലിയ ബേജാറാണ്. കാരണം ഒറ്റ ഇരുത്തം, ഇതേ ഇരുത്തം ഇങ്ങനെ ഇരിക്കുക, എണീറ്റ് പോയാൽ അത് പേടാവോ എന്ന പേടിയും. അതുകൊണ്ട് ലാ ലററ വലാ ലിറാറ, അത് പ്രത്യേകിച്ച് സക്കാത്തിൽ പറഞ്ഞൊരു സംഗതിയാണ്. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രസംഗങ്ങൾ കേൾക്കാൻ ധാരാളം യൂട്യൂബിലുണ്ടാവും. നമുക്ക് പ്രസംഗം ധാരാളം കിട്ടും, എപ്പോഴും കേൾക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ഒരു വർഷമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൻ്റെ പദ്ധതി പ്രഖ്യാപനം വരുന്ന 11-ാം തീയതി കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. പദ്ധതികളുടെ എല്ലാ പ്രവർത്തനത്തിലും എല്ലാവരുടെ സഹകരണങ്ങളും ഉണ്ടാകണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് 100-ാം വാർഷികം
കൊണ്ടാടുന്നു. അതിൻ്റെ പ്രഖ്യാപനം കാസർഗോഡ് വെച്ച് നമ്മൾ നടത്തി. അതിൻ്റെ ശേഷം SYS-ൻ്റെ ഒരു വർഷം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വർഷം കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പദ്ധതികളാണ്. അടുത്ത വർഷം സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ വിപുലമായ പദ്ധതികളാണ്. അതിനെല്ലാം എല്ലാവരും സജ്ജരായി നിൽക്കുകയും ഇറങ്ങി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് എല്ലാവരോടും ഉണർത്തുകയാണ്. അൽഹംദുലില്ലാ, ഞാൻ മുമ്പ് ഏതോ സ്ഥലത്ത് നിന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മൾ നട്ടു വളർത്തിയ സമസ്തയാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറുല്ലാഹു മർഖദഹു മുതൽ നട്ട് വളർത്തി ഉയർത്തി വളർത്തിക്കൊണ്ടുവന്ന സമസ്തയാണ്. അല്ലാതെ ബെഡ് ചെയ്തുണ്ടാക്കിയതല്ല, വേറൊന്നിൻ്റെ മേൽ ഒട്ടിപ്പിടിച്ചതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ കൃത്യമായി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ സ്വതന്ത്രമായ സംവിധാനങ്ങളുണ്ട്. അതിന് ആരെയും മുനാശിക്കേണ്ടതില്ല. നമ്മൾ ദീനിൻ്റെ കാര്യം ആരെയും നമ്മൾ അവമതിക്കേണ്ടതില്ല. നമ്മൾ കൃത്യമായി ദീനിൻ്റെ കാര്യങ്ങൾ പഠിച്ച് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കേണ്ടത്. അത് നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടിക്ക് സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, സഹകരിച്ചവർ, പങ്കെടുത്തവർ, അതുപോലെ ഇതിനു വേണ്ടി അധ്വാനിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാ ഖൈറിൻ്റെ വാതിലുകളും അല്ലാഹു തുറന്നു തരുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ ബറാഅത്ത് രാവാണ്, അതേപോലെ തന്നെ പരിശുദ്ധ റമദാനാണ്. നല്ല പുണ്യരാവുകളിൽ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് വന്നുപോയ തെറ്റുകളിൽ മാപ്പപേക്ഷിച്ച് ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളും കുടുംബബന്ധം മുറിച്ചവരും കുടുംബബന്ധം ചേർക്കണം, അയൽവാസികളുമായി പിണങ്ങിയവർ പിണക്കം തീർക്കണം. അതുപോലെ നമ്മൾ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭർത്താവിനോട് ഭാര്യമാർ അവരുടെ പൊരുത്തം വാങ്ങുന്ന രൂപത്തിൽ നല്ല നിലക്ക് പെരുമാറണം. ഉമ്മബാപ്പമാരെ പരിഗണിക്കണം, പ്രായമുള്ളവരെ ആദരിക്കണം, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, രോഗികളെ സന്ദർശിക്കണം, രോഗികൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം. അങ്ങനെ തുടങ്ങി ഇസ്ലാം നമ്മളോട് നിഷ്കർഷിച്ച സർവ്വ പ്രവർത്തനങ്ങളിലും നമ്മൾ ജാഗരൂകരാകണം. എന്നിട്ട് നല്ല നല്ല രാത്രികളിലും പകലുകളിലും അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യുന്നവരാകണം. നല്ല നല്ല ദിനങ്ങൾ സൽക്കർമ്മങ്ങളിലൂടെ അതിനെ ധന്യമാക്കണം, അതിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കണം. ആ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമ്മൾക്ക് ആഖിറം രക്ഷപ്പെടുത്താനുള്ള എല്ലാ തൗഫീഖും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മഹോന്നതരായ നേതാക്കൾ റഈസുൽ ഉലമ, സുൽത്താനുൽ ഉലമ തുടങ്ങിയ എല്ലാ നേതാക്കൾക്കും, എല്ലാ സയ്യിദന്മാർക്കും, എല്ലാ പ്രവർത്തകന്മാർക്കും, വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും, സർവ്വ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാ ഖൈറും ബർക്കത്തും തൗഫീഖും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും അള്ളാഹു നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും അവൻ പടച്ചവൻ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അവസാനം ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ച് സാലിഹീങ്ങളോടുകൂടെ നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിപ്പബ്ലിക് ദിനത്തിനോടനുബന്ധിച്ച് നടത്തിയ പ്രബന്ധ രചനാ മത്സരത്തിൽ